കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന കടുത്ത പരാമർശങ്ങൾ ആവർത്തിച്ച മണിശങ്കർ അയ്യർ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം അവിശ്വസനീയമാം വിധം മികച്ചതാണെന്ന് ആവർത്തിച്ച മണിശങ്കർ അയ്യർ താൻ കോൺഗ്രസ് അല്ലെന്ന് വിമർശിച്ച നേതാക്കളെയും കടന്നാക്രമിച്ചു. കെ.സി. വേണുഗോപാലിനെ ഗുണ്ടയെന്നാണ് മണിശങ്കർ അയ്യർ വിശേഷിപ്പിച്ചത്. കേരളം 1ാം സ്ഥാനത്താണെങ്കിൽ ഗുജറാത്ത് 20ാം സ്ഥാനത്താണെന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞു. The performance of the Kerala government is unbelievable. This government has performed well, and it is the people of Kerala whom we should look to. In the opposition, the other side has been completely divided. The communists are distinguished by their കെ.സി. വേണുഗോപാൽ പെരുമാറുന്നത് ഗുണ്ടയെ പോലെയാണെന്ന് NIA-ക്ക് നൽകിയ അഭിമുഖത്തിൽ മണിശങ്കർ അയ്യർ പറഞ്ഞു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിക്കില്ല. നരേന്ദ്രമോദിയുടെ മന്ത്രിയാകാനാണ് ശശി തരൂരിന്റെ ശ്രമമെന്നും മണിശങ്കർ അയ്യർ കുറ്റപ്പെടുത്തി. Can you imagine what is the condition of a party which raises a rowdy like K.C. Venugopal to the level of the Sardar Patel to Rahul Gandhi? That's all I need to say as an answer. ഹാനസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഹാനസെ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വരുന്ന ഇത്തരം പരാമർശങ്ങൾ അതിന് ഏതുവിധ മാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, കോൺഗ്രസ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഏതാണെങ്കിൽ മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനല്ല എന്ന തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് മുൻപിലുള്ളത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? സംഗീത, കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്തെത്തിയിരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ വിഷൻ 2031 അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി ആ പരിപാടിക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സർക്കാർ രൂപീകരിക്കപ്പെടും എന്നുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. വലിയ രീതിയിലുള്ള മികച്ച പ്രകടനമാണ് സംസ്ഥാന സർക്കാർ കാഴ്ചവെക്കുന്നത്. പ്രതിപക്ഷം ഇതിനോടകം തന്നെ വിഭജിക്കപ്പെട്ടു. പക്ഷെ അതേസമയം കമ്മ്യൂണിസ്റ്റുകാർ അച്ചടക്കമുള്ളവരാണ് ാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന സർക്കാരുകളുടെ പ്രകടനം തനിക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പോലും. അങ്ങനെ നോക്കുമ്പോൾ കേരളം ഈ സംസ്ഥാന സർക്കാരുകൾ പട്ടികയിൽ 1ാം സ്ഥാനത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഇന്ന് നടത്തുകയുണ്ടായി. ANAയ്ക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് കെ.സി. വേണുഗോപാൽ ഒരു ഗുണ്ടയാണെന്നാണ്. താൻ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയാൻ കെ.സി. വേണുഗോപാൽ ആളല്ല. നെഹ്റുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും എല്ലാം ആദർശങ്ങൾ പിൻപറ്റുന്ന ആളാണ്. രാഹുൽ ഗാന്ധിയുടെ ആദർശങ്ങൾ പിൻപറ്റുന്ന ആളല്ല. നെഹ്റുവിൻ്റെയും അതിനോടൊപ്പം തന്നെ പട്ടേലിൻ്റെയും സ്ഥാനങ്ങളിലിരിക്കുന്ന രാഹുലും കെ.സിയും എല്ലാം ആ സ്ഥാനങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ ആ പദവി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം പ്രതികരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനിടെ രൂക്ഷമായ പ്രതികരണം തരൂരിനെതിരെയും അതിനോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരെയും ഉണ്ടായി. തരൂരിനെ മോദിയുടെ മന്ത്രിയാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത്. UPA സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന ശശി തരൂർ ഇപ്പോൾ മോദിയുടെ സ്തുതി പാടാനാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ വി.ഡി. സതീശനെ, അഥവാ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ താൻ നിർദ്ദേശിക്കില്ല, കാരണം അത്രയധികം ഗ്രൂപ്പ് പോര് സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിലുണ്ട്. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കെ തന്നെ എങ്ങനെയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാൽ വലിയ പ്രതിരോധത്തിലാണ്. കാരണം നിലവിൽ മണിശങ്കർ കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെയും അതിനോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെത്, മണിശങ്കറുടേത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നും AICC ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നുമാണ് കെ.സി. വേണുഗോപാൽ അല്പസമയം മുമ്പ് മണിശങ്കറുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. സംഗീത. ശരി ഹാൻസ്.